നമസ്കാരം. എല്ലാവരും ന്യൂനപക്ഷങ്ങളോടൊപ്പം, എല്ലാവരും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്നുള്ള വാദമാണ് നമ്മൾ കേട്ടുവരുന്നത്. എന്നാൽ എല്ലാവരും ഈ ന്യൂനപക്ഷങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? അത് നമുക്ക് അറിയേണ്ടതല്ലേ? കാരണം ഇവിടെയും എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് BJP പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയത്. എത്രയാണ്? ഒരൊറ്റ മുസ്ലിമിന് മാത്രമാണ്. രാജ്യത്താകെ 432 സീറ്റിൽ മത്സരിക്കുന്ന ഭരണകക്ഷിയുടെ പട്ടികയിലെ ഏക സ്ഥാനാർത്ഥി മലപ്പുറത്ത് മത്സരിക്കുന്ന ഡോക്ടർ അബ്ദുൽ സലാമാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതി മാത്രം മെച്ചമല്ല, അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 20%-ലധികം വരുന്ന മുസ്ലിം വിഭാഗത്തോടുള്ള BJPയുടെ ഈ അവഗണനയ്ക്ക് കാരണമെന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുവരെ പ്രഖ്യാപിച്ച 432 സീറ്റുകളിൽ മലപ്പുറത്തെ അബ്ദുൽ സലാമിനെ മാത്രമാണ് പാർട്ടിയുടെ ഏക മുസ്ലിം മുഖമായി ഉയർത്തിക്കാണിക്കുന്നത്. 19% മുസ്ലിങ്ങൾ താമസിക്കുന്ന UP-യിൽ 2014-ലും 2019-ലും ഒരു സീറ്റ് പോലും ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകിയിട്ടില്ല. എന്നാൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള AGP, JDU, NCP എന്നിവർക്ക് ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ട് താനും. അങ്ങനെ കേവലം 4 മുസ്ലിങ്ങളാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി രാജ്യത്ത് ജനവിധി തേടുന്നത്. സിഖ്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടി ചേർത്താൽ BJP കേവലം 10 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾക്കാണ് സീറ്റ് നൽകിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷ സമുദായം ക്രൈസ്തവരായതുകൊണ്ട് 4-5 പേർക്ക് സീറ്റ് കൊടുക്കുവാൻ നിർബന്ധിതരാകേണ്ടി വന്നു. നിലവിലെ മോദി മന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുക. 294 സീറ്റുകളിൽ മത്സരിക്കുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ 16 മുസ്ലിങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളുടെ ലെവലിൽ 12 പേരും മത്സരിക്കുന്നുണ്ട്. ബംഗാളിലും കേരളത്തിലുമായി CPM 10 പേരെ മത്സരിപ്പിക്കുന്നുണ്ട്. ഇത്തവണ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തത്തിൽ 27 സീറ്റുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കേരളത്തിൽ വന്ന് ക്രൈസ്തവ പ്രേമം വാരി വിതർന്നുണ്ടെങ്കിലും അനിൽ ആന്റണിക്ക് മാത്രമാണ് ഇവിടെ സീറ്റ് നൽകിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥാനാർത്ഥികളുടെ പൊതു സ്വീകാര്യതയും ജയസാധ്യതയും ഒക്കെ പരിഗണിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും ന്യൂനപക്ഷങ്ങൾ തഴയപ്പെടുന്നതെന്നാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ വാദമെന്ന് പറയപ്പെടുന്നത്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ന്യൂനപക്ഷങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താണ്? ന്യൂനപക്ഷങ്ങളോട് പ്രീണനം, ന്യൂനപക്ഷങ്ങളോട് വലിയ സ്നേഹം കാണിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ എല്ലാവർക്കും ഒപ്പം എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള വികസന അജണ്ട, എല്ലാവരുടെയും ആ വികസനമാണ് അജണ്ട എന്ന് പറയപ്പെടുന്ന BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എത്രത്തോളം മുസ്ലിങ്ങളെയാണ് സ്നേഹിക്കപ്പെടുന്നത്, ന്യൂനപക്ഷങ്ങളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കുക. കേരളത്തിൽ തന്നെ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എത്ര പേർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ? ഏകദേശം 20% മുസ്ലിം വിഭാഗത്തിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം UP-യിലടക്കം 19% മുസ്ലിം അംഗങ്ങളുള്ള മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുള്ള UP-യിൽ പോലും ആകെ 4 പേർക്ക് മാത്രമാണ് 2014 സീറ്റ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ സീറ്റ് നിർണയത്തിൽ പോലും ഈ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതല്ലാതെ ആ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മറ്റു പാർട്ടികൾ? എല്ലാ പാർട്ടികളും കണക്കാണ് എന്ന് പറയേണ്ടി വരും. ഒരാൾ പോലും സംസാരിക്കുന്നതിനപ്പുറം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.